ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഫായ്സ് വേൾഡ്. ജുദാത്തമ്പിലെ വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇടുന്നത്. നമ്മൾ ജുദാത്തമ്പിൽ പോയതിൻ്റെ ഈവനിങ് ഡേ ആണ് കേട്ടോ നമ്മൾ ദമാമിലെ ബീച്ചിൽ പോയത്. ക്ലൈമറ്റ് നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നെങ്കിലും നമ്മുടെ ബീച്ച് ഏരിയ ആയതുകൊണ്ട് കുറച്ച് ചെറിയ കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. കുറേ നാളായി കേട്ടോ നമ്മൾ ദമാം സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേഞ്ച് ഉള്ളതുപോലെ നമുക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ദമാം ബീച്ച്. നമ്മൾ ഒരുപാട് നേരം ഹ്യൂമിഡിറ്റി ആയത് കാരണം ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കുറേ നാളായതിന് ശേഷം അങ്ങനെ നമുക്ക് ദമാമ കാണാൻ പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബീച്ചിൻ്റെ ആ സൈഡാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഹ്യൂമിഡിറ്റി ഇത്രയും പ്രശ്നമായത് കാരണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ ഷിപ്പുകളൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. കാണുന്നതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ. അവിടുത്തെ സ്വന്തം ബോട്ടുകളൊക്കെയാണ് ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവാനായിട്ട് ഉള്ള ബോട്ടുകളാണ്. കണ്ടോ, ആ ബോട്ടുകളൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ എല്ലാവരും ഒരുവിധപ്പെട്ടവർക്കൊക്കെ ബീച്ച് ഇഷ്ടമായിരിക്കുമല്ലേ. ഈ ബീച്ചിൽ ഇങ്ങനെ വന്നിരിക്കാനൊരു സുഖമാണ്. ഇത് 3D ആണ് കേട്ടോ. ആ സ്ക്രീനിൽ കാണിക്കുന്ന 3D പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആൾറെഡി കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ മക്കൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. മറ്റേ ജുദാത്തമ്പിൽ പോയപ്പോഴത്തേക്ക് ഫുഡെല്ലാം നമ്മൾ പൊതിഞ്ഞുകൊണ്ടാണ് വന്നത്, പാക്ക് ചെയ്ത് വന്നെങ്കിലും ജുദാത്തമ്പിൽ പോയപ്പോൾ അവർക്കാർക്കും വിശപ്പും ഇല്ലായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു. വിശപ്പില്ലാത്ത കാരണം ആർക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ല കാറ്റത്ത് നമ്മൾ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണിയാണ് കേട്ടോ പാക്ക് ചെയ്തെടുത്തത്. സലാഡും അച്ചാറും കറി സെപ്പറേറ്റ് കുറച്ച് എടുത്തായിരുന്നു. അതുകൊണ്ട് ചോറ് ചീത്തയായിട്ടില്ല. അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇങ്ങനെ ബീച്ച് സൈഡിലിരുന്ന് ചോറും കഴിച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു ഈവനിങ് നല്ല രസമുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബ്ലാക്ക് ടീയിലൂടെ കഴിക്കാനായിട്ട് കേക്കും അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. കുട്ടികൾക്ക് ബിരിയാണിയും കൊടുത്തു. പിന്നെ നമ്മളൊരു സന്ധ്യയൊക്കെ ആയി. ഇവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പയ്യെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നല്ല ഹ്യൂമിഡിറ്റി ആയി കേട്ടോ. അവിടെ ഇരിക്കാൻ പറ്റാത്ത വിധം ഹ്യൂമിഡിറ്റി ആയപ്പോൾ പയ്യെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്നത് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയും. ദമാമിലെ ഹെറിറ്റേജ് വില്ലേജ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഗിന്നസ് ബുക്കിൽ വരെ
റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് 5226 സീറ്റാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹോട്ടലിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുള്ളതുമായ അതൊരു മ്യൂസിയമാണ് കേട്ടോ ഇത്. നമ്മുടെ പഴയ സൗദി അറേബ്യയിലെ പഴയ സാധനങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം ഇടാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.